ഹൗസ് ഓഫ് ദ ഡ്രാഗൺ മൂന്നാം സീസൺ ജൂൺ 21 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസിനൊരുങ്ങുകയാണ്. സീസൺ 3 ആക്ച്വൽ ഡാൻസ് ഓഫ് ഡ്രാഗൺസ് ഫുൾ സ്കെയിലായി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ലേറ്റസ്റ്റ് ട്രെയിലർ ഗെയിം ഓഫ് ത്രോൺസ് പീക്ക് വാർ എനർജി ഫീൽ തരുന്നുണ്ട്. ഫാൻസിന്റെ ബിഗ്ഗസ്റ്റ് കൺസേൺ ഇപ്പോഴും റൈറ്റിങ്ങിനെ കുറിച്ചാണ്. മൂന്നാം സീസൺ കാണുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 1. ഗെയിം ഓഫ് ത്രോൺസിന്റെ 200 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രീക്വൽ ഷോ നടക്കുന്നത്. ടാർഗേറിയൻസ് 7 കിങ്ഡംസ് ഭരിക്കുന്ന കാലം. കിങ് വിസെറിസിന്റെ ഭാര്യ അമിത പ്രസവത്താൽ മരിക്കുന്നു. ആൺകുട്ടികളില്ലാത്ത വിസെറിസ് ഒടുവിൽ തന്റെ മകൾ റെനീറയെ തന്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നു. ഇതേസമയം ഹാൻഡ് ഓഫ് ദ കിങ് ആയ ഓട്ടോ ഹൈറ്റവർ തന്ത്രത്തിൽ തന്റെ മകളായ ആലിസന്റിനെ കൊണ്ട് വിസെറിസിനെ കല്യാണം കഴിപ്പിക്കുന്നു. ബാല്യകാല സുഹൃത്തുക്കളായ റെനീറയ്ക്കും ആലിസന്റിനും ഇടയിൽ ഇതൊരു പ്രശ്നമായി മാറുന്നു. റെനീറ തന്റെ ഗാർഡായി ക്രിസ്റ്റ്യൻ കോളിനെ തിരഞ്ഞെടുക്കുന്നു. വിസെറിസ് തന്റെ രാജ്യത്ത് നടക്കുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താത്തത് കിങ് അഡ്വൈസറായ കോർലിസ് വെലേറിനെ അസ്വസ്ഥനാക്കുന്നു. ഇതേസമയം വിസെറിസിന്റെ സഹോദരനായ ഡെയ്മൺ ടാർഗേറിയൻ ക്യാപിറ്റലിൽ നിന്നും ഡ്രാഗൺ എക്സ് കൈക്കലാക്കുന്നു. എന്നാൽ കൃത്യസമയത്ത് റെനീറ അവിടെ എത്തി ഡെയ്മണെ പിന്തിരിപ്പിക്കുന്നു. വിസെറിസിന്റെയും ആലിസന്റിന്റെയും ആദ്യ മകനായ ഏഗളിന്റെ പിറന്നാളിന്റെ ഭാഗമായി വിസെറിസ് ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. അതിനിടയിൽ റെനീറയുടെ കല്യാണം നടത്താൻ വിസെറിസ് ശ്രമിക്കുന്നു. തന്റെ മരണശേഷം ഈ രാജ്യത്തെ നീ നയിക്കണമെന്നും സോങ് ഓഫ് ഐസ് ആൻഡ് ഫയറിനെ കുറിച്ചും വിസെറിസ് റെനീറയോട് പറയുന്നു. അതിനിടയിൽ റെനീറിയ ക്രിസ്റ്റ്യനുമായി പ്രണയത്തിലാവുന്നു. ഡെയ്മൺ യുദ്ധത്തിൽ സ്റ്റെപ്സൺസിനെ കീഴടക്കി തിരിച്ചു കൊട്ടാരത്തിലെത്തുന്നു. റെനീറയെ ഡെയ്മൺ വശീകരിക്കാൻ ശ്രമിച്ചതറിഞ്ഞ വിസെറിസ് ഡെയ്മണിനെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കുന്നു. വിസെറിസ് റെനീറയെ കോർലിസ് വെലേറിയന്റെ മകനായ ലേനിയർ വെലേറിയനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ലേനിയർ ഗേ ആണ്. അതിനാൽ വിവാഹശേഷം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കാൻ അവർ തീരുമാനിക്കുന്നു. ക്രിസ്റ്റ്യൻ റെനീറയോട് തന്റെ കൂടെ ഒളിച്ചോടാൻ പറയുകയും റെനീറ ഇത് നിരസിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിരാശനായ ക്രിസ്റ്റ്യൻ ആലിസന്റിനൊപ്പം ചേരുന്നു. ഓട്ടോയുടെ നീക്കങ്ങളിൽ സംശയം തോന്നിയ വിസെറിസ് ഓട്ടോയെ ഹാൻഡ് ഓഫ് ദ കിങ് പദവിയിൽ നിന്നും നീക്കുന്നു. റെനീറയുടെ മക്കൾ നിനക്ക് ഭാവിയിൽ ഭീഷണിയായിരിക്കുമെന്ന് ഓട്ടോ അലിസന്റിന് മുന്നറിയിപ്പ് നൽകുന്നു. ഒടുവിൽ റെനീറയും ലേനറും വിവാഹിതരാകുന്നു. ഡെയ്മൺ ലേന വെലേറിയനുമായി റിലേഷനിലാവുന്നു. 10 വർഷങ്ങൾ കടന്നു പോകുന്നു. റെനീറയ്ക്ക് ജക്കാരിസ്, ലുസറിസ്, ജോഫ്രി എന്നിങ്ങനെ 3 മക്കളുണ്ട്. എന്നാൽ ഇവരുടെ അച്ഛൻ ഹാർവിൻ സ്ട്രോങ് ആണ്. അലിസന്റിന്റെ മക്കളാണ് എയ്ഗൺ, ഡെയ്മൺ, ഡെറിയോൺ, ഹെലേന എന്നിവർ. ക്രിസ്റ്റ്യൻ കോളുമായുള്ള കയ്യാങ്കളിക്ക് ശേഷം ഹാർവിൻ സ്ട്രോങ്ങിനെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കുന്നു. ഹാർവിന്റെ സഹോദരനായ ലേറി സ്ട്രോങ് ആലിസിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ സ്വന്തം സഹോദരനെ തീയിട്ട് കൊല്ലുന്നു. വിസെറിസ് ഓട്ടോയെ തന്റെ ഹാൻഡായി തിരിച്ചെടുക്കുന്നു. ഡെയ്മണും ലേനയ്ക്കും ബെയ്ല, റെയ്ന എന്നിങ്ങനെ 2 പെൺകുട്ടികളുണ്ട്. ചൈൽഡ് ബർത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായ സ്ട്രെസ്സിൽ ലേന ഒടുവിൽ തന്റെ ഡ്രാഗനായ വേഗറിന്റെ തീയിൽ ആത്മഹത്യ ചെയ്യുന്നു. ലേനയുടെ സംസ്കാര ചടങ്ങിന് ശേഷം എയ്മൺ തന്ത്രത്തിൽ ലേനയുടെ ഡ്രാഗനായ വേഗറിനെ സ്വന്തമാക്കുന്നു. തിരികെ കൊട്ടാരത്തിലെത്തിയ എയ്മൺ റെനീറയുടെ മക്കളെ ബാസ്റ്റേഴ്സ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും തുടർന്നുണ്ടായ സംഘടനത്തിൽ എയ്മണ്ടിന് ഒരു കണ്ണ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. വിസെറിസ് ഇടപെട്ട് ഒടുവിൽ തർക്കം അവസാനിപ്പിക്കുന്നു. ഡെയ്മനും റെനീറയും പ്രണയത്തിലാവുന്നു. ലേനിയർ തന്റെ കാമുകനൊപ്പം നാടുവിടുന്നു. റെനീറ ഡെയ്മനെ കല്യാണം കഴിക്കുന്നു. 6 വർഷങ്ങൾ കടന്നുപോകുന്നു. ലോർഡ് കോർലിസിന്റെ സഹോദരനായ വെയ്മൺ വെലേറിയൻ റെനീറയുടെ മക്കളെ അപമാനിക്കുകയും ഡെയ്മൺ അയാളെ കൊല്ലുകയും ചെയ്യുന്നു. റെനീറയും റെനീസും തങ്ങളുടെ മക്കളെ പരസ്പരം കല്യാണം കഴിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ആലിസന്റിന്റെ മൂത്ത മകൻ എയ്ഗൺ തന്റെ സഹോദരിയായ ഹെലേനയെയാണ് കല്യാണം കഴിച്ചത്. അവർക്ക് ട്വിൻസ് ആണ്. ഡെയ്മണും റെനീറയ്ക്കും 2 മക്കളുണ്ട്. വിസെറിസ് റെനീറയും എലിസന്റും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു ഡിന്നർ പാർട്ടി നടക്കുന്നു. എന്നാൽ ആ പാർട്ടി അവർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം കൂട്ടുന്നു. മരണക്കിടക്കയിൽ വെച്ച് വിസെറിസ് പറഞ്ഞ പ്രോഫസി തന്റെ മകൻ ഏഗനെ കുറിച്ചാണെന്ന് എലിസന്റ് തെറ്റിദ്ധരിക്കുന്നു. തന്റെ മകന് കിട്ടേണ്ട രാജപദവി റെനീറയ്ക്ക് കിട്ടാതിരിക്കാൻ എലിസൻ കരുക്കൾ നീക്കി തുടങ്ങുന്നു. ഇതിന്റെ ഭാഗമായി തങ്ങളെ എതിർക്കുന്നവരെ അവർ കൊന്നു തള്ളുന്നു. ഇതേസമയം ഏഗൻ മിസ്സിംഗ് ആണ്. ഡെയ്മന്റെ പഴയ കാമുകിയായ മിസേറിയയുടെ കസ്റ്റഡിയിലാണ് ഏഗൻ. രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിത സാഹചര്യം
മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന കണ്ടീഷനിൽ മിസേറിയ എയ്ഗനെ ഓട്ടോയ്ക്ക് കാട്ടിക്കൊടുക്കുന്നു. ഒടുവിൽ എയ്ഗൻ ക്രൗൺ ഏറ്റെടുക്കുന്നു. റെയ്നിസ് വെലേറിയൻ ആഭ്യന്തര കലഹങ്ങൾക്കിടെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവർ തന്റെ ഡ്രാഗനായ മെറാക്സിസിനൊപ്പം സെറമണിയിലെത്തുന്നു. എന്നാൽ അവർ എലിസന്റിനെ വെറുതെ വിടുന്നു. റെയ്നിസ് തിരികെ എത്തി റെനീറയോട് കാര്യങ്ങൾ അറിയിക്കുന്നു. എന്നാൽ അവർ റെനീറയെ ക്യൂനായി പ്രഖ്യാപിക്കുന്നു. ഓട്ടോ എയ്ഗനെ രാജാവായി അംഗീകരിക്കണമെന്ന ആവശ്യമായി റെനീറയെ സമീപിക്കുന്നു. എന്നാൽ റെനീറ ഇത് നിരസിക്കുകയും തങ്ങളുടെ ആർമി സ്ട്രോങ് ആക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. റെനീറയുടെ മകനായ ജൊഹാരിസിന്റെ ഏലിയൻസ് ഓഫർ ലോർഡ് ബെറാത്തിയോൻ നിരസിക്കുന്നു. അവിടെ നിന്നും മടങ്ങുന്നതിനിടെ ഏമൺ ജൊഹാരിസിനെ ആക്രമിക്കുന്നു. ഒടുവിൽ ഏമന്റെ ഡ്രാഗൺ വെയ്ഗർ നിയന്ത്രണം വിട്ട് ജൊഹാരിസിനെ കൊല്ലുന്നു. ഇതറിഞ്ഞ റെനീറ പ്രതികാരദാഹിയായി മാറുന്നിടത്ത് ആദ്യ സീസൺ അവസാനിക്കുന്നു. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 2. റെനീറ തന്റെ മകൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ്. ജക്കാരിസ് വെലേറിയൻ സ്റ്റാർ ഫാമിലിയായി അലയൻസ് ഉറപ്പിക്കുന്നു. ഡെയ്മൺ എയ്മണ്ടിനോട് പ്രതികാരം ചെയ്യാൻ മിസറിയുടെ സ്പൈസിനെ ഉപയോഗിക്കുന്നു. ഡെയ്മൺ എയ്മണ്ടിനെ കൊല്ലാൻ 2 പേരെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നു. എയ്മണ്ടിനെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ പകരം അവർ കിങ് എയ്ഗന്റെ മകനെ കൊല്ലുന്നു. എലിസന്റ് ഈ കൊലപാതകം മുതലെടുത്ത് റെനീറയ്ക്കെതിരെ ജനങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വളർത്തുന്നു. ഇതറിഞ്ഞ റെനീറ ഡെയ്മനെ കുറ്റപ്പെടുത്തുന്നു. ഡെയ്മൺ റിവർലാൻഡിലേക്ക് ഒരു ആർമി ഉണ്ടാക്കാൻ പോകുന്നു. എന്നാൽ അവിടെയുള്ള ചെറു രാജ്യങ്ങൾ പരസ്പരം ഒത്തൊരുമയിലല്ലെന്ന് ഡെയ്മന് മനസ്സിലാവുന്നു. ഡെയ്മന്റെ സമീപനം ഇഷ്ടപ്പെടാത്ത അവർ ഡെയ്മനോടുള്ള എതിർപ്പ് നിലനിർത്തുകയും എന്നാൽ യുദ്ധത്തിൽ റെനീറയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഇതേസമയം എയ്ഗൺ തന്റെ മകന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനുള്ള വാശിയിലാണ്. ഈ നീക്കത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിന് എയ്ഗൺ ഓട്ടോയെ ഹാൻ സ്ഥാനത്ത് നിന്നും നീക്കി പകരം ക്രിസ്റ്റ്യൻ കോളിനെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുന്നു. എയ്ഗൺ ഇരട്ട സഹോദരങ്ങളിൽ ഒരാളായ എറിക്കിനെ റെനീറയെ കൊല്ലാൻ ഡ്രാഗൺ സ്റ്റോണിലേക്ക് അയക്കുന്നു. മിസേറിയയുടെ സാന്നിധ്യവും എറിക്കിന്റെ സഹോദരൻ അറിക്കിന്റെ കൃത്യമായ ഇടപെടലും മൂലം റെനീറ രക്ഷപ്പെടുന്നു. എന്നാൽ സഹോദരങ്ങൾ രണ്ടും പരസ്പരം ഏറ്റുമുട്ടി മരിക്കുന്നു. റെനീറ വേഷം മാറി റോയൽ ഹാർബറിലെത്തി അലിസന്റിനോട് സംസാരിക്കുന്നു. റെനീറ വിസറിസിന്റെ പ്രോഫസിയെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അലിസൻ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ഇരുവരും യുദ്ധത്തിനൊരുങ്ങുന്നു. കിങ് എയ്ഗൺ മദ്യവെച്ച് തന്റെ ഡ്രാഗണുമായി യുദ്ധഭൂമിയിലെത്തുന്നു. റെയ്നിസ് ഗ്രീൻ ആർമിയെ തീയിട്ട് ചാമ്പലാക്കാൻ തുടങ്ങുന്നു. കിങ് എയ്ഗൺ ഡ്രാഗൺ ഫൈറ്റിനിടെ താഴേക്ക് വീഴുന്നു. എന്നാൽ എയ്മണ്ട് അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ റെനീസിനെ കൊല്ലുന്നു. കനത്ത വീഴ്ചയെ തുടർന്ന് എയ്ഗൺ കിടത്തത്തിലാവുന്നു. എയ്മണ്ട് രാജ്യത്തിന്റെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുന്നു. ഡെയ്മൺ തന്നെ ചതിച്ചതായി റെനീറ സംശയിക്കുന്നു. റെനീറ യുദ്ധത്തിനായി ഡ്രാഗൺ റൈഡേഴ്സിനെ തിരയുന്നു. തിരച്ചിലിനൊടുവിൽ അവർ ലോർഡ് കോളിസിന്റെ ബാസ്റ്റഡ് സണ്ണായ ആദമിനെ റൈഡറായി കണ്ടെത്തുന്നു. തുടർന്ന് റെനീറ തന്റെ ബ്ലഡ് ലൈനിലെ ബാസ്റ്റഡ്സിനെ തിരയാൻ ആരംഭിക്കുന്നു. അവരെയെല്ലാം ഡ്രാഗൺ ലെയറിൽ എത്തിക്കുകയും എന്നാൽ കൂടുതൽ പേരും ഡ്രാഗൺ തീയാൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഹ്യൂ ഹാമർ എന്ന ബാസ്റ്റഡ് ഡ്രാഗൺ റൈഡർ ആവുന്നു. റെനീറ തന്റെ ഇളയ മക്കളെ ഡെയ്മന്റെ മകളായ റെയ്നയ്ക്കൊപ്പം സുരക്ഷിത സ്ഥലത്തേക്ക് അയക്കുന്നു. യാത്രക്കിടെ റെയ്ന ഒരു ഡ്രാഗൺ ഫ്രീ ആയി കറങ്ങുന്നുണ്ടെന്ന് കണ്ടെത്തുന്നു. ഇതേസമയം എയ്മണ്ട് തന്റെ സഹോദരി ഹെലനയെ ഡ്രാഗൺ റൈഡറാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ തന്റെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചത് നീയാണെന്ന് തനിക്കറിയാമെന്ന് ഹെലന എയ്മണ്ടിനോട് പറയുന്നു. ലാരിസ് എയ്ഗണിനോട് നിന്നെ കൊല്ലാൻ ഇവിടെ പദ്ധതികൾ ഒരുങ്ങുന്നുണ്ടെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. തുടർന്ന് എയ്ഗൺ ലാരിസിനൊപ്പം രാജ്യം വിടുന്നു. ദുർഭരണം മൂലം കിങ്സ് ലാൻഡിംഗ് ഭക്ഷ്യക്ഷാമം നേരിടുന്നു. റെനീറ ഇത് മുതലാക്കി ആളുകൾക്ക് ബോട്ടിലൂടെ ഭക്ഷണം എത്തിക്കുന്നു. തുടർന്ന് ആളുകൾ കിങ്സ് ലാൻഡിംഗ് വിട്ട് റെനീറയ്ക്കൊപ്പം ചേരുന്നു. ലാനിസ്റ്റേഴ്സ് ഗ്രീൻ ആർമിക്ക് പിന്തുണ നൽകുന്നു. ഏലിസൺ യുദ്ധം നിർത്തണമെന്ന ആവശ്യവുമായി റെനീറയുടെ അടുത്തെത്തുന്നു. ഇതേസമയം ഡെയ്മൺ ഭാവിയിലെ ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നു. അതിൽ 3 ഡ്രാഗൺ എക്സിനെയും ഡെനീറിസിനെയും നൈറ്റ് കിങ്ങിനെയും കാണുന്നു. ഒടുവിൽ ഡെയ്മൺ തന്റെ ആർമിയുമായി റെനീറയുടെ അടുത്തെത്തുന്നിടത്ത് 2ാം സീസൺ അവസാനിക്കുന്നു. എന്തൊക്കെയാണ് പുതിയ സീസണിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ? കമന്റ്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഇറ്റ്സ് മീ മല്ലു സിനിഫൈൽ സൈനിങ് ഓഫ്.